اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني يا رسول الله. السلام عليك أيها النبي ورحمة الله وبركاته. ഈ മഹത്തായ സ്റ്റേജിൽ ഭവിഷ്ഠരായ സയ്യിദന്മാർ, അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറംഗമായ ദക്ഷിണ കർണാടക ജമിയത്തുലമയുടെ കാര്യദർശിയും കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഖാസിമി അവറുകളെ ബംബ്രാണ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈലി തോടാർ, മറ്റ് ബഹുമാനപ്പെട്ട കൊടക് ജില്ലാ നായിബ് ഖാദി കേന്ദ്ര മുഷാവറംഗവും കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഫൈദ് ഉസ്താദ്, മറ്റ് സ്റ്റേജിൽ ഭവിഷ്ഠരായ പണ്ഡിത മഹത്തുക്കളെ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ, അതുപോലെ തന്നെ സമസ്തയുടെ പോഷക സംഘടനയുടെയൊക്കെ നേതാക്കന്മാരെ, ഓരോരുത്തരുടെ പേര് ഞാൻ പറയാത്തത് സമയം ദീർഘിക്കുന്നത് കൊണ്ടാണ്. മാഷാ അല്ലാഹ്, നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15 വർഷം മുമ്പ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത് വർഷം മുമ്പ് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഉസ്മാൻ ഫൈലി ആയിരുന്നു ഇവിടുത്തെ മുദരിസ് നാട്ടിൻ്റെ. അദ്ദേഹവും അതുപോലെ തന്നെ ദീനിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ ഉമറാക്കളും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇസാഖാജിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. യഥാർത്ഥത്തിൽ അന്നിവിടെ തുടങ്ങുമ്പോൾ ഇതുപോലുള്ള വിശാലമായ ഒരു സ്ഥാപനം നമ്മൾ ദക്ഷിണ കർണാടകയിൽ ഇത്ര മനോഹരമായ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിന്നൂരിയുടെ ജൂനിയറായിട്ടുണ്ടായ ഒരു കോളേജ് ഒരു പക്ഷേ ഇത് ആദ്യമായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തതായിരിക്കാം. അതിവിടെ തുടക്കം കുറിച്ചത് തീർച്ചയായും ഇഖ്ലാസോടുകൂടിയാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് വിചാരിച്ച് മാത്രം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആധികാരികമായ ഒരു സ്ഥാപനം ഉണ്ടാവണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. അതും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നാമധേയത്തിലാണ് ഇവിടെ തുടക്കം കുറിച്ചത്. ഇതെല്ലാം ഒത്തു വന്നതുകൊണ്ടാണ് വളരെ പ്രതിസന്ധി ഘട്ടമുണ്ടായിട്ട് പോലും കൊറോണയും മറ്റൊക്കെ വന്ന് പല സ്ഥാപനങ്ങളും പ്രയാസപ്പെട്ടപ്പോഴൊക്കെയും വേറെക്കുറെ ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾക്ക് അനുഭവിച്ചുവെങ്കിലും അതൊക്കെ മറികടന്നാൽ മാഷാ അല്ലാഹ് ഇപ്പോഴും 100-200ഓളം കുട്ടികളെ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ 5ാമത്തെ ബാച്ച് സനദും കൂടി ഇവിടെ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ സ്ഥാപനത്തിൽ പോയ കുട്ടികളാണ് പട്ടിക്കാട് ഇതുപോലെയുള്ള ഒരുപാട് കീഴിലുള്ള കോളേജുകളിലുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കിതാബ് വായിച്ചോതുന്നതിനും അതുപോലെ തന്നെ പരീക്ഷയിൽ റാങ്കും മറ്റൊക്കെ കരസ്ഥമാക്കുന്നത് ഈ സ്ഥാപനത്തിലുള്ള കുട്ടികളാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്ക് മാത്രമല്ല, ഇതിനെ സഹായിക്കുന്ന കർണാടകയുടെയും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സഹായിക്കുന്നവരുടെയൊക്കെ അഭിമാനമാണ്. നമ്മൾ സഹായിച്ച സ്ഥാപനം, നമ്മൾ വളർത്തിയ നമ്മുടെ മക്കളാണ് ഈ രൂപത്തിൽ വളർന്നു വരുന്നത് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ഇൽമ് ഇവിടെ ഉണ്ടാവണം. ആ ഇൽമ് തന്നെ അള്ളാഹും റസൂലും പഠിപ്പിച്ചതായിരിക്കുന്ന ഇൽമുകൾ ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കൊണ്ടുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമിന്നൂരിയുടെ കീഴിലുള്ള സ്ഥാപനമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇതിനാര് സഹായിച്ചാലും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ തീർച്ചയായിട്ടും ആഖിറത്തിൽ ഉപകരിക്കുന്ന
ഖബറിൽ ഉപകരിക്കുന്ന, മഹ്ശറിൽ ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. അതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല അവിടെ നൽകുമാറാവട്ടെ. ഒരുപാട് കുട്ടികൾ നമ്മൾക്കറിയാം, ഇവിടെ ഉറുദുവിലുള്ള അനഫി കുട്ടികളെയും അതുപോലെ തന്നെ ഇൽമും അതുപോലെ തന്നെ ദീനും എത്താത്ത പ്രദേശങ്ങളിലുള്ള അനഫി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് അനഫി മദ്ഹബിലുള്ള കിതാബുകൾ ഓതി പഠിപ്പിച്ച് ദീനിന്റെ ദഅവത്തിന് വേണ്ടി ഈ കർണാടകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവരയക്കുമ്പോൾ അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട മുഅദ് റളിയല്ലാഹു തആല റസൂൽ പറഞ്ഞതുപോലെ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ, ഒരാളെങ്കിലും നിങ്ങളെ കൊണ്ട് ഹിദായത്ത് സിദ്ധിച്ചാൽ, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനി പ്രബോധത്തിന് വേണ്ടി യാത്ര പോകാൻ ബഹുമാനപ്പെട്ട മുഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവിടുത്തെ മുഖം കണ്ടുകൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് എനിക്കിഷ്ടം, അവിടുത്തെ സംവിധാനത്തിലുണ്ടാവലാണ് എനിക്ക് തൃപ്തി എന്ന് പറഞ്ഞപ്പോൾ ആരംഭ നബിതങ്ങൾ പറഞ്ഞത്, ഒരാളെങ്കിലും നിങ്ങൾ കാരണമായി ഹിദായത്തിലായാൽ നിങ്ങൾക്ക് ദുനിയാവിനേക്കാളും അതിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും ഖൈറതാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഇവിടുന്ന് പഠിച്ച ഒരു കുട്ടി മുഖാന്തരം ഒരാൾ ഹിദായത്ത് സിദ്ധിച്ചാൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയാണ്. നമ്മുടെ സഹായം കൊണ്ടാണ് ഇവിടെ ബിൽഡിംഗ് ഉണ്ടായത്, നമ്മുടെ സഹായം കൊണ്ടാണ് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുത്തത്, ആ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടാണ് ആ കുട്ടി ഒരു പണ്ഡിതനായത്, ആ കുട്ടി മുഖാന്തരമാണ് ഒരു അറിവില്ലാത്ത ഒരു മനുഷ്യൻ ഹിദായത്ത് സിദ്ധിച്ച് ഇൽമു പഠിച്ച് നല്ല മനുഷ്യനായി മാറുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നു. വല്ലാത്ത ഒരു അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന ഒരു അമലാണ് ഇൽമിനെ സഹായിക്കുക എന്ന് പറയുന്നത്. അതുപോലുള്ളൊരു പ്രതിഫലം അല്ലാഹു തആല മറ്റൊരു കർമ്മത്തിനും വെച്ചിട്ടില്ല. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അല്ലാഹു തആലാന്റെ ദീനിന് നിലനിൽപ്പിന് വേണ്ടി അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഇൽമ്, ആ ഇൽമിനെ സഹായിച്ചവർ, ആ ഇൽമ് പഠിപ്പിച്ച കുട്ടികൾ, നമ്മളെ കുട്ടികളെയൊക്കെ അല്ലാഹു തആല ഉഖ്റവിയായ പണ്ഡിതന്മാരെ കൂടുതൽ പഠിച്ചുമാറാവട്ടെ. ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്, 10 വർഷം ഇവിടെ പഠിച്ച കുട്ടിക്ക് ഒന്നും മനസ്സിലാകാതെ ആ കുട്ടി ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഏർപ്പെട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീൻ വെക്കുന്ന പണിയാണ് കിട്ടിയതെങ്കിൽ പോലും ആ സ്ഥാപനത്തിനെ സഹായിച്ചവർക്ക് ബേജാറാകാനില്ല. കാരണം ആ കുട്ടികളെ 10 വർഷം പഠിപ്പിച്ചതിന് ഉസ്താദുമാർക്കും ആ കുട്ടികളെ അതിനെ സഹായിച്ചവർക്കും എല്ലാം അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും. ആ 10 വർഷം പഠിച്ചതിന് ആ കുട്ടിക്കും അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും. കാരണം അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രമാണ് അല്ലാഹു തആല ആലിമീങ്ങളാക്കുക. ആ ഒരു ബോധം നമ്മൾക്കുണ്ടാവണം. അപ്പൊ അല്ലാഹു തആലയാണ് പ്രതിഫലം നൽകേണ്ടവരൊക്കെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു റൂമിന് 4 ലക്ഷം രൂപയോളം ആവശ്യമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ വീടുകൾ പത്രാസാക്കി, നമ്മുടെ വീടുകൾ ഉഷാറാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടേണ്ട ആവശ്യമാണ്. നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന മാനമായ വീടും മറ്റൊക്കെ നമ്മൾക്കുണ്ടാവണം. പക്ഷെ അത് ദുനിയാവിൽ അതുകൊണ്ട് കഴിയുന്നു. പക്ഷെ ആക്കി കൊടുത്തതിന്റെ പ്രതിഫലം ആഖിറത്തിൽ അല്ലാഹു തആല നൽകും. പക്ഷേ അതേപോലെ നമ്മൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി റൂം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു, മഹ്ശറിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. അതുപോലെ തന്നെ അത് കാരണമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു റൂമിന്റെ പൈസ, അതല്ലെങ്കിൽ അതിന് പറ്റുന്ന 4 ലക്ഷം രൂപയാണ് ഒരു റൂമിന് വരുന്നതെങ്കിൽ അതിന് പകുതിയെങ്കിലും അല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും നൽകി അതിനെ നിങ്ങൾ വിജയിപ്പിക്കുകയും അതിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരും. നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ സഹായം മേലിലുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ആ റൂമിന്റെ കാര്യം പറഞ്ഞ വിഷയത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ ഒരു കാറ് നന്നാക്കുന്ന ആരും അങ്ങോട്ട് പോയേണ്ടതില്ല. ഒരു കാറ് ശരിയാക്കുന്ന ആവശ്യമില്ലാത്ത ആൾക്ക് ഇങ്ങോട്ട് കടന്നു വാ, ഈ സദസ്സിലേക്ക് കടന്നു വരണം. അവിടെ ഒരു കാറിന്റെ ചെറിയ എന്തോ പരിപാടി ശരിയാക്കുന്നതാണ്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരും. സദസ്സിലേക്ക് കടന്നു വരണം. ആരും എണീച്ചു പോകണ്ട, അവിടെ ഇരിക്കും, സദസ്സിലിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ
ഏത് ഉദ്ദേശത്തിലാണോ ഏത് രൂപത്തിലാണോ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടത്തേക്ക് നിങ്ങളൊക്കെ ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ അവരുടെ ചെലവിലേക്കും മറ്റൊക്കെയും നിങ്ങൾ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്ന് വളരെ ഭിന്നത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ബംബ്രാൾ ഉസ്താദ് അടക്കമുള്ള, ഉസ്മാൻ ഫൈലി അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ നേതാക്കന്മാരുണ്ട്. അതിനുശേഷം മുഖ്യ പ്രഭാഷണമൊക്കെ ഇവിടെ നടക്കാനുണ്ട്. നിങ്ങളെല്ലാവരുടെ സഹായം നിങ്ങൾ ഇവിടത്തേക്ക് എഴുതി അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അവസാനം ഇവിടെ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു തആല നമ്മൾക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട സനദുഭാഗ്യ നമ്മുടെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ പ്രസംഗം വളരെയധികം മനസ്സിലാക്കുകയും അത് 1-2 പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുകയും നമ്മുടെ ഉത്തരവാദിത്വം വളരെ സത്യസന്ധമായി നമ്മൾ മാതൃകാപുരുഷന്മാരാണെന്ന് മനസ്സിലാക്കി വളരെ കരുതലോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞു പോയ മഹാന്മാരും ബഹുമാനപ്പെട്ട മഹദൂം പാരമ്പര്യം, ബഹുമാനപ്പെട്ട സമസ്ത ജമാഅത്ത് ഇവിടെ നിലനിർത്തുന്ന പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സൂചിപ്പിച്ചതുപോലെ കർക്കശമായ തീരുമാനം എടുക്കേണ്ടടുത്ത് അങ്ങനെയും അതല്ല, ചില വ്യക്തികളെ നോക്കി, സന്ദർഭം നോക്കി, മഹല്ല് നോക്കി ഹിക്മത്തോടുകൂടെ ആയിരിക്കണം നമ്മുടെ പ്രബോധനം ചെയ്യേണ്ടത്. അല്ലാതെ ചെന്നെത്തിയ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആ പരിക സ്വഭാവം കാണിക്കാതെ ഓരോ സ്ഥലത്തിനോടും ഓരോ അവസരത്തിനോടും യോജിച്ച നിലക്കുള്ള ഹിക്മത്തിൽ കൂടി പ്രവർത്തിച്ച് എത്ര മോശപ്പെട്ടവരെയും വാസ്തു നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. എൻ്റെ ആദ്യ കാലഘട്ടത്തൊക്കെ ഞാൻ സ്ഥലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ഥലത്തേക്ക് വാതിന് വിളിച്ച് നോട്ടീസിൽ പേര് വന്നപ്പോൾ എന്നോട് പലരും വിളിച്ചു പറഞ്ഞു, ആ മാലിന്യത്തിലേക്ക് പോകണ്ട, അത് വളരെ മോശമായ സ്ഥലമാണ്, അവിടെ പള്ളിയില്ല, പേരിനൊരു മദ്രസ മാത്രമേ ഉള്ളൂ, അവിടെ ശാരീബീങ്ങൾ കൂടുതലാണ്, അതുപോലെ തന്നെ വ്യഭിചാരികൾ കൂടുതലാണ്, ആ മാലിന്യത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ മാലിന്യത്തെ അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടത്തേക്കാണ് പോകേണ്ടതെന്ന് പറയുകയും നമ്മുടെ ദക്ഷിണ കർണാടകയിൽ ആ പ്രാവശ്യം പോയി. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അവിടുത്തെ ഖത്തീബായ പിന്നെ മദ്രസ മുഅല്ലിമായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഈശ്വരമംഗലം, അദ്ദേഹം ഗൾഫിൽ വെച്ച് അവിടെ തന്നെ സുഖേട് വരികയും പിന്നെ അവിടെ തന്നെ മരിക്കുകയും അവിടെ തന്നെ ഖബറടക്കുകയും ചെയ്തു. ഒരുപാട് സമസ്തകാല ജമാഅത്തുൽ ഉലമയ്ക്ക് വേണ്ടി സേവനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഓരോ പ്രാവശ്യം ദുഃഖത്തേക്ക് പിന്നെ ഓരോ ഓട്ടോറിക്ഷയിൽ കുറേ ആളെ കയറ്റിക്കൊണ്ടുവരും, കുറച്ച് ചില്ലറ പൈസയും കൊണ്ടുവരും. ഇപ്പോഴത്തെ കഥയല്ല ഞാൻ പറഞ്ഞത്, ഏകദേശം 10-20 വർഷം മുമ്പുള്ള കഥയാണ്. അങ്ങോട്ട് വന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും മന്ത്രിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഇന്നാളൊക്കെ ഇന്ന രൂപത്തിലാണെന്ന് നേരത്തെ തന്നെ അറിയിക്കും. ആ രൂപത്തിൽ അവരോട് വയല് പറയും. മാഷാ അല്ലാഹ് ആ സ്ഥലത്ത് നല്ലൊരു പള്ളി വന്നു, നല്ലൊരു അന്തരീക്ഷമുണ്ടായി, അവിടുത്തെ ഗൗരവാധ്യക്ഷൻ ഞാൻ തന്നെ ആയി. അങ്ങനെ നല്ല നിലക്ക് ആ നാട് മുന്നോട്ട് പോയി. വാസ്തവത്തിൽ ഒരുപാട് അതിൽ അല്ലാഹു തആല നമ്മളെ സഹായിച്ചത്. അങ്ങനെ കുടിയന്മാരായ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഞാൻ പേരിന് ഒരു പേടിപ്പിക്കലും ഒരിതൊക്കെ ചെയ്യും. പറഞ്ഞ പോലെ കുരുത്തത്തിന് ഈ കുടിച്ചവരുത്തൻ രണ്ടാമത് ഞാൻ ഇവിടെ വാക്താത്ത ചെയ്തിട്ട് പോയിട്ട് കുടിച്ചപ്പോൾ ഒരു അപകടം സംഭവിച്ചിട്ട് എനിക്ക് കുറച്ച് പരിക്ക് പറ്റിപ്പോയി. അത് അല്ലാഹ് വലിയ സഹായിച്ചത്, ദീനിനെ സഹായിക്കലാണ്. ആ പേടിയിൽ പിന്നെ ആരും എന്താവൂല. നേരത്തെ ബഹുമാനപ്പെട്ട സിദ്ദുൽ ഉലമ പറഞ്ഞതുപോലെ കളവ് പറയാൻ പാടില്ല എന്ന് റസൂല മാത്രം പറഞ്ഞു, മറ്റെല്ലാം റസൂല ഒഴിവാക്കി പറഞ്ഞതുപോലെ അങ്ങനെ ആ നാട് നന്നായി വന്നെങ്കിൽ നമ്മുടെ ഉപദേശം കൊണ്ട് തീർച്ചയായും നമ്മൾക്ക് എത്ര മോശക്കാരായാലും അവരുടെ മനസ്സറിഞ്ഞ് അവരോട് പറയേണ്ട രൂപം, ചിലവരോട് കർക്കശമായി പറയേണ്ടി വരും, ചിലവരോട് മയമായ രൂപത്തിൽ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് പൊട്ടിക്കരിയുന്നവരുണ്ടാകാം. ഇന്നും എനിക്കത് അനുഭവമാണ്. അവരുടെ പ്രയാസങ്ങൾ, അവർ ചെയ്തു പോയ തെറ്റുകൾ, അവർ കൂട്ടുകൂടി പിന്നെ അവരുടെ സ്നേഹിതന്മാരപ്പുറം കൂടി അവർ മോശമായത് നമ്മൾ എണ്ണിപ്പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന് നമ്മുടെ കാക്കിൽ വീഴുമ്പോൾ നമ്മൾക്കതിൻ്റെ വേദന വന്നു പോവുകയാണ്. അവർ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അതിൻ്റെ എതിരാളികളെയും വിദഗ്ധക്കാരെയും പേരെടുത്ത് ആഞ്ഞെടുത്ത് ആക്ഷേപിച്ച് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സുന്നത്ത് ജമാഅത്തും നമ്മുടെ പൂർവികന്മാരായ ഇമാമിങ്ങളുടെ ആ ചരിത്രവും അവരുടെ നിർദ്ദേശവും അവർ നമ്മൾക്ക് കൽപ്പിച്ചെന്ന കാര്യവും വളരെ മയമായ ഹിക്മത്തോടുകൂടി അവതരിപ്പിക്കുമ്പോൾ നമ്മളെ സുന്നത്ത് ജമാഅത്ത് കേൾക്കാനും മനസ്സിലാക്കാൻ ആളുണ്ടാകും. അതുപോലെ തന്നെ അതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളും. അല്ലാതെ ഒരു ഭീകര രൂപത്തിലുള്ള വെല്ലുവിളിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാട്ടിക്കൂട്ടക്കലാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് പോലും ആൾക്കാർ പോകേണ്ട ഒരവസ്ഥ വരുന്നത്. അതുകൊണ്ട്
നമ്മുടെ സുന്നത്ത് ജമാഅത്താർക്ക് അറിയാഞ്ഞിട്ടല്ല. സുന്നത്ത് ജമാഅത്ത് ശരിക്കും വിശദീകരിക്കണം. ആ സുന്നത്ത് ജമാഅത്തിന്റെ കഴിഞ്ഞു പോയ ആലിമ്യങ്ങളുടെ കഥകൾ പറയണം, ഇമാമിങ്ങളുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അവരുടെ സൂക്ഷ്മത പറഞ്ഞു കൊടുക്കണം. ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾക്ക് വേണ്ടത് സൂക്ഷ്മതയാണ്. ദീനിന്റെ കാര്യത്തിൽ സൂക്ഷ്മത എന്നുള്ളത് വളരെ വളരെ അടിസ്ഥാനപരമാണ്. സൂക്ഷ്മതയില്ലാത്തൊരു ജീവിതം ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം. നമ്മൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം പറയുന്നവരാണ്. കണ്ണിയത്ത് ഉസ്താദ് രാവിലെ മുഷാവർക്ക് പോയി രാത്രി തിരിച്ചു വരുമ്പോ, ആദ്യ കാലഘട്ടത്തിലൊക്കെ ബസ്സില്ലാത്ത പ്രയാസമില്ല കാലാണല്ലോ, നടന്നു പോകുന്ന കാലമാണല്ലോ. അങ്ങനെ പോയാൽ രാത്രി കൊണ്ടുപോയി വെച്ച ഭക്ഷണം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കഴിക്കില്ല. രാത്രി തിരിച്ചു വന്നതിന് ശേഷം ഒരു സബുക്കെങ്കിലും മുത്താലിമ്യങ്ങളെ, ഉറങ്ങുന്ന മുത്താലിമ്യങ്ങളെ വിളിച്ച് ഒരു സബുക്ക് എടുത്തു കൊടുത്തതിന് ശേഷം മാത്രമാണ് അന്നേത്തെ രാത്രി കൊണ്ടുവച്ച ഭക്ഷണം കണ്ണിയത്ത് ഉസ്താദ് കഴിക്കുക. കാരണം ആ ഭക്ഷണം എനിക്ക് ഹലാലാവണമെങ്കിൽ ഒരു ദർസെങ്കിലും, ഞാൻ ഒരു ക്ലാസ്സെങ്കിലും എടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ബഹുമാനപ്പെട്ട ഫുഖാ കൽപ്പിച്ചതുപോലെ നമ്മുടെ പ്രവർത്തനത്തിൽ ഒന്ന് വരുമ്പോ ഒന്നിക്കത് ഹലാലാവണം, അല്ലെങ്കിൽ ജായിസ് ആവണം, അല്ലെങ്കിൽ ഹറാമാവണം, അല്ലെങ്കിൽ കറാഹത്താവണം. ഇങ്ങനെ വിധിയില്ലാത്ത ഒരു സംഗതിയും നമ്മുടെ ശരീഅത്തിലില്ല, നിയമത്തിലില്ല. വായിലേക്ക് വന്ന കഫം അത് തുപ്പുമ്പോ ഒന്നിക്കത് കറാഹത്താകും, അല്ലെങ്കിൽ അത് സുന്നത്തായ രൂപത്തിലാവും. ഞാൻ പറയുന്നത് ഏത് നിസ്സാരമായ കാര്യമാവട്ടെ, ഏത് വലിയ കാര്യമാവട്ടെ, അത് വിധിയില്ലാത്ത ഹറാമും അല്ലെങ്കിൽ ഹലാൽ എന്നുള്ള നാലാൽ വിധി, ഒരു വിധിയില്ലാത്ത ഒരു പ്രവർത്തനവും ഒരു കർമ്മവും നമ്മുടെ ദീനിലില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം, നമ്മുടെ ഓരോരോ പ്രവർത്തനവും അത് വളരെ സത്യസന്ധമായ രൂപത്തിലാവണം. ആ രൂപത്തിൽ പ്രവർത്തിക്കുവാനും അള്ളാഹുവിന്റെ ദീനിൽ ഖിദ്മത്ത് ചെയ്യുവാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഇതിനെ സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടേയിരിക്കുന്നവർ, അതുപോലെ തന്നെ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ചവർ, ഇതിന്റെ തുടക്കം മുതൽ സ്വന്തം വീട് പോലെ, സ്വന്തം പോലെ സമയവും അതുപോലെ തന്നെ ധനവും ചെലവഴിച്ച് ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇവിടെയുള്ള ഉമറാക്കൾ, നേതാക്കന്മാർ എല്ലാവർക്കും അല്ലാഹു തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള ഖൈർ അല്ലാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിന്റെ ഒക്കെ സവാബിന് നമ്മൾ മരിച്ചുപോയ ബന്ധുമിത്രാദികളെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ